നമസ്കാരം, ദിസ് ഇസ് അഭിലാഷ് വൃന്ദാവൻ അഗെയിൻ ഫ്രം NRI ട്രേഡർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്താണ്, നമ്മളൊരു കമ്പനീനെ ഏത് സെക്ടർ ആയിക്കോട്ടെ അതിൽ സെലക്ട് ചെയ്യുമ്പോൾ ആ കമ്പനി ഒരു മാർക്കറ്റ് ലീഡിങ് കമ്പനി ആയിരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മാർക്കറ്റ് ലീഡിങ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് കൊണ്ടുള്ള വലിപ്പമല്ല, പൈസ കൊണ്ടുള്ള വലിപ്പമല്ല ഉദ്ദേശിക്കുന്നത്. ആ കമ്പനി അവർ ഏത് സെക്ടറിലാണെങ്കിലും ശരി, മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ സ്വീകാര്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണോ, അതേപോലെ തന്നെ അവരുണ്ടാക്കുന്ന എന്ത് സാധനമായിക്കോട്ടെ അതിലവരൊരു മാർക്കറ്റ് ലീഡറാണോ, അല്ലേ? ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അങ്ങനെ അവർക്കുള്ള ജനങ്ങളുടെ ഇടയിൽ അവർക്കുള്ള ഒരു സ്വീകാര്യതയും ഇതെല്ലാം വെച്ചിട്ടാണ് മാർക്കറ്റ് ലീഡിങ് കമ്പനിയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ വലിപ്പവും ചെറുപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിഗോ പെയിൻറ്റും ഏഷ്യൻ പെയിൻറ്റും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും പോലെയാണ്. എന്നാൽ കൂടി നമ്മൾ അതിനെ ഒരു ഇൻഡിഗോ പെയിൻറ്റ്സിനെ നമ്മളൊരു മാർക്കറ്റ് ലീഡിങ് കമ്പനിയായിട്ട് നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ള കമ്പനികളെയും കാണേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള MDF മാനുഫാക്ചററാണ്, പ്ലൈവുഡ് മാനുഫാക്ചററാണ്. അപ്പം ആ കമ്പനിയെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ബിസിനസ്, ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ എല്ലാം നമുക്ക് നോക്കാം. ഇത് മൂന്നും നോക്കി ഇത് മൂന്നും അലൈൻഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യാറുള്ളത്. അങ്ങനെ മാത്രമേ നമുക്ക് ഒരു കൺവിക്ഷൻ പവർ ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് ആണ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പം ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയുമ്പോൾ 3888 കോടി രൂപ മാത്രമുള്ള വളരെ ചെറിയൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഈ ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മാർക്കറ്റ് ലീഡിംഗ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ദെൻ കറൻറ്റ് പ്രൈസ് നോക്കുമ്പോൾ 317 രൂപ ആണ് ഇപ്പോൾ ഉള്ളത്, റൈറ്റ്? അപ്പം എന്തുകൊണ്ട് ഈ കമ്പനിനെ സെലക്ട് ചെയ്തു അത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഈസ് എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചറിംഗ് ഓഫ് പ്ലൈവുഡ്, മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്സ്, MDF ആൻഡ് അലൈഡ് പ്രോഡക്ട്സ്. ഓക്കെ, അതിൻ്റെ മാർക്കറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് എൻജോയ്സ് എ ലീഡർഷിപ്പ് പൊസിഷൻ വിത്ത് 27% മാർക്കറ്റ് ഷെയർ ഇൻ ദ ഓർഗനൈസ്ഡ് MDF സെഗ്മെൻറ്റ്. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള MDF സെഗ്മെൻറ്റിൽ 27% മാർക്കറ്റ് ഷെയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഐ എം കോളിംഗ് ദിസ് കമ്പനി ആസ് എ മാർക്കറ്റ് ലീഡിംഗ് കമ്പനി. ഓക്കെ, അവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ the company's product portfolio includes medium density fiberboard MDF, then wood floors, plywood, veneer and doors. ഇതിലെല്ലാത്തിലും അവരുണ്ട്. ദെൻ റവന്യൂ ബ്രേക്കപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ MDF ബോർഡ്സ് ആൻഡ് അലൈഡ് പ്രോഡക്ട്സ് 86% റവന്യൂ ബ്രേക്കപ്പ് അവർക്കുണ്ട്. പ്ലൈവുഡ് സെഗ്മെൻറ്റിൽ നിന്ന് മാത്രം 14% അവർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്, റൈറ്റ്? ജിയോഗ്രഫിക്കൽ റവന്യൂ ബ്രേക്കപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് 86%, അതേപോലെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റിൽ നിന്ന് 14% ഇവർക്കുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നമുക്കൊന്ന് പോയി നോക്കാം. വെബ്സൈറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ വളരെ ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു വെബ്സൈറ്റാണ് ഇവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് നമുക്കിവിടെ എല്ലാം കാണാൻ വേണ്ടി പറ്റും. നേരത്തെ നമ്മൾ സംസാരിച്ച കാര്യമാണ്. മീഡിയം ഡെൻസിറ്റി MDF, HDWR, പ്രീ ലാമിനേറ്റഡ് MDF, വുഡൻ ഫ്ലോറിംഗ്, പ്ലൈവുഡ് ആൻഡ് ബ്ലോക്ക് ബോർഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഇവരുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒഫീഷ്യൽ രീതിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ രീതിയിലുള്ള കാര്യങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്. ഇതുപോലത്തെ എന്താ പറയുക, പാർട്ടീഷൻ ബോർഡ്സുകളും കാര്യങ്ങളും ഒക്കെ. അതേപോലെ തന്നെ ഒരു വീടിനുള്ളിൽ ആവശ്യമുള്ള ഇതേപോലത്തെ രീതിയിലുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വുഡൻ ഫ്ലോറിങ്ങിലും അവരുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മുടെ എന്താ പറയുക, ദൈനംദിന ജീവിതത്തിൽ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യത്തിലും ഇവരുടെ മാർക്കറ്റ് ലീഡിംഗ് ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ബാക്കിയുള്ള ഇവർക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഞാൻ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഇവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്ക് അവരെല്ലാ പ്രൊഡക്റ്റിലും കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് അവർക്ക് എല്ലാ പ്രൊഡക്റ്റിനും ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു കോഡ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോഡ് വെച്ചിട്ടാണ് ഇവരുടെ മാർക്കറ്റിലേക്ക് പോകുന്ന പ്രൊഡക്റ്റുകളെ എത്ര പ്രോപ്പറായിട്ട് സെയിൽ നടക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ സെയിൽസ് ആവശ്യമായിട്ടുള്ളത്, ഇനി കൂടുതൽ ഈ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റിൽ അവർക്കൊരു യുണീക്ക് ആയിട്ടുള്ളൊരു കോഡ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ എവിടെയോ കണ്ടിരുന്നു, ഇപ്പോൾ എനിക്ക് കാണുന്നില്ല എന്തായാലും, പക്ഷേ ഞാനത് കണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അവർക്കറിയാം അവരുടെ മാർക്കറ്റ് വിങ് വെച്ച് നോക്കുമ്പോൾ എത്ര പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റിലുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിൽ ആവശ്യമുണ്ടോ, ആ രീതിയിൽ പിന്നെ അതിനെ കുറച്ചുകൂടെ എന്താ പറയുക, അതിനെ പിടിച്ച് വെച്ചിട്ട് മാർക്കറ്റിലേക്ക് വിടുക. മനസ്സിലായില്ലേ? ഒരുപാട് മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റുകൾ പുറത്തു പോവാതെ അതിനെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എഡിഷൻ പോലെ കൊടുക്കുക. ഇങ്ങനെയൊക്കെ അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. കാരണം നമ്മൾ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നോക്കുമ്പോൾ നമുക്കത് കാര്യം മനസ്സിലാവും, നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം. അപ്പോൾ ഈ കമ്പനിയുടെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ കൂടെ നോക്കാം. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് നോക്കുമ്പോൾ 2300ഓളം പാൻ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർക്കുണ്ട് ഇന്ത്യയിൽ.
ഇന്ത്യയിൽ മാത്രം. ദെൻ 12,000+ റീറ്റെയിലേഴ്സ് ഉണ്ടും അവർക്കുണ്ട്. ഓക്കെ, സോ റീറ്റെയിലേഴ്സ് സ്പ്രെഡ് അക്രോസ് ദ കൺട്രി. ദ നെറ്റ്വർക്ക് ഈസ് സർവീസ്ഡ് ബൈ 17 ബ്രാഞ്ചസ്. അപ്പോൾ 17 ബ്രാഞ്ചും 2300 ഡിസ്ട്രിബ്യൂട്ടേഴ്സും ദെൻ 12,000 റീറ്റെയിലേഴ്സും ഉള്ള ഒരു കമ്പനിയാണ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് ഗ്രീൻ പാനലിനുള്ളത്. ദെൻ ഇവർക്കൊരു സബ്സിഡറി ബേസ്ഡ് ഇവർക്കൊരു കമ്പനിയുണ്ട്, സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഗ്രീൻ പ്ലൈ സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് ഇവരുടെ എക്സ്പോർട്ടിൽ ഇവർക്ക് പോകുന്ന പിന്നെ എത്രയാണ് ഇവരുടെ മാർക്കറ്റിംഗ് നടക്കുന്നത് അതിൻ്റെ കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, കമ്മീഷൻ ഏജൻറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പിന്നെ ഈ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി. ദെൻ ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് ആന്ധ്രാപ്രദേശിലും അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലുമായിട്ട് 2 വലിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റികൾ ഇവർക്കുണ്ട്. 6,60,000 ക്യൂബിക് മീറ്റർ MDF ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ദെൻ 10.5 മില്യൺ സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് പ്ലൈവുഡ് കപ്പാസിറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 2 കാര്യങ്ങളും അവർക്കുള്ള പ്ലാന്റുകൾ അവർക്ക് ഇപ്പോഴത്തെ തന്നെ അവർക്കുണ്ട്. ഇനി അതിൻ്റെ ജേണി നമ്മൾ നോക്കുമ്പോൾ 2010 ലോഞ്ചായ കമ്പനിയാണ്. 2014 അവർ ഗ്രീൻ ഫ്ലോർ മാക്സ് വുഡ് ഫ്ലോർ അവർ ലോഞ്ച് ചെയ്തു. 2015 കമൻസ് എക്സ്പോർട്ട് ഓപ്പറേഷൻ അവർ ചെയ്തിട്ടുണ്ട്. 2016 കമ്മീഷൻ ദ സെക്കൻഡ് MDF പ്ലാന്റ് അറ്റ് ആന്ധ്രാപ്രദേശ്. ദെൻ 2018 നോക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ തന്നെ അവർ ഏഷ്യാസ് ലാർജസ്റ്റ് MDF പ്ലാന്റ് അവർ ലോഞ്ച് ചെയ്തു. ഇവിടെ കണ്ടില്ലേ, 2019 ആയപ്പോഴത്തേനും NSE ആൻഡ് BSE അവർ രജിസ്റ്റർ ചെയ്തു. 2020 വി ബിക്കം 1,000 crore കമ്പനി. 2022 ഗ്രീൻ പാനൽ ബിക്കംസ് $1 ബില്യൺ കമ്പനി ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇതാണ് അവരുടെ ഒരു ജേണി എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരാഖണ്ഡിലും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുള്ള 2 മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ കണ്ട ഈ പ്ലാന്റുകളിലെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി നമ്മൾ നോക്കുമ്പോൾ 6,60,000 ക്യൂബിക് മീറ്റർ MDF ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം. ദെൻ 10.5 മില്യൺ സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് പ്ലൈവുഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയും ഈ 2 പ്ലാന്റുകളിലും അവർക്കുണ്ട് എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ബിസിനസ് നമുക്ക് മനസ്സിലായി. നമ്മൾ അതേപോലെ തന്നെ അതിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ബാക്കിയുള്ള ചെറിയ ചെറിയ ഡീമർജറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ ന്യൂസാണ്, നമുക്ക് ഇപ്പോൾ അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ ഫിനാൻഷ്യൽ നമ്പേഴ്സ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ PE റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PE റേഷ്യോ വളരെ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. 27.3 എന്ന PE റേഷ്യോയിലാണ് ഈ കമ്പനി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അത് 92 വരെ ഉണ്ടായിരുന്നു ചില സമയങ്ങളിൽ. അപ്പം ഇനി ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ 389 കോടി രൂപ 2021, 470 കോടി രൂപ 2022, ദെൻ 441 കുറഞ്ഞു അല്ലേ. 2022 23 നോക്കുമ്പോൾ 441 കുറഞ്ഞിട്ടുണ്ട്. ദെൻ 24 397 പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ എത്രയാണ് 386 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 441 397 കുറഞ്ഞിട്ടുണ്ട് അവിടെ. ഓക്കെ, അതിന് റീസൺ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ 56 കോടി രൂപ 81 കോടി രൂപ അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടിയിട്ടുണ്ട്. ദെൻ 69 കോടി രൂപ എപ്പോഴാണ് നമ്മുടെ ഏത് വർഷമാണത്? 2023 69 കോടി രൂപ. ദെൻ ഇപ്പോൾ ഇവിടെ 30 കോടി രൂപയാണ് ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത്. പോസ്റ്റ് ചെയ്തേക്കാൻ അപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ സെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 599 കോടി രൂപ 2019 ഉണ്ടായിരുന്നത് 1,567 ഇപ്പോൾ 2024. അത് കഴിഞ്ഞ വർഷം 1,783 ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും സെയിൽസ് ഇവിടെ ഒരു കുറച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ റീസൺ ഞാൻ പറയാം. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ -35 കോടി രൂപ ഉണ്ടായിരുന്നു. മൈനസ് അല്ല, 35 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്ന കമ്പനിക്ക് 257 വരെ പോയിരുന്നു. 257 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. 143 കോടി രൂപയാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. അതിൻ്റെ അതേ രീതിയിൽ തന്നെ സെയിൽസ് ഇവിടെ കുറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അതല്ലാതെ സെയിൽസ് കൂടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞതല്ല. സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റും കുറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം സെയിൽസ് എന്തുകൊണ്ടാണ് കുറഞ്ഞത്, എന്തുകൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞത്? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു സംഗതിയാണ്. എന്താണ് പിന്നെ ഈ കമ്പനി എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ എന്താ പറയുക അഗ്രസീവായിട്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ട് അഗ്രസീവായിട്ട് പുതിയ വലിയ വലിയ സ്റ്റാർസിനെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന കമ്പനി അല്ല. ഇവരെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡായിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് മാർക്കറ്റിങ്ങിൽ വളരെ ലിമിറ്റഡായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ എത്രയാണോ അത്യാവശ്യമുള്ളത് അത്രമാത്രം പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുക, ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ അവരുടെ കമ്പനിയിൽ തന്നെ വെക്കുക. ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെന്ന് മാർക്കറ്റ് പറയുമ്പോൾ മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്പനിയാണിത്. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം? അല്ലാതെ ക്രെഡിറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക പിന്നെ വരാനുള്ള പൈസ ഒരുപാട് കൂടുതൽ എന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് പൈസ ഇങ്ങോട്ട് വരാനുള്ള പൈസ ഒരുപാട് കൂടുതലും ക്രെഡിറ്റിൽ അവരുടെ അടുത്ത് കുറേ പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ട് സെയിൽസ് കൂട്ടി കാണിക്കുന്ന ഒരു കമ്പനി അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഓക്കെ, അത് എവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും? ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കാണുന്നത്? റിസർവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ സ്വന്തം പൈസ 633 കോടി രൂപ 2019 ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ 1305 കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റിസർവ് ഇപ്പോഴാണ് അവർക്കുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സെയിൽസ് കുറവുണ്ട്, നെറ്റ് പ്രോഫിറ്റ് കുറവുണ്ട്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. കാരണം സെയിൽസ് കുറച്ചതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും കുറഞ്ഞു. ചില കമ്പനിയുടെ ഫൈനാൻഷ്യൽ നമ്മൾ നോക്കുമ്പോൾ സെയിൽസ് ഒരുപാട് കൂടുതലുണ്ടാവും, പക്ഷേ നെറ്റ് പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇവിടെ അങ്ങനല്ല. സെയിൽസും കുറവാണ്, നെറ്റ് പ്രോഫിറ്റും കുറവാണ്. സെയിൽസ് കൂടുമ്പോൾ നെറ്റ് പ്രോഫിറ്റും കൂടും, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ റിസർവ് എന്താണ്? സ്വന്തം പൈസ ഇവരുടെ കയ്യിൽ കൂടുന്നുണ്ട്. ബോറോയിങ് ഇവരുടെ അടുത്ത് 587 കോടി രൂപ, 561, 484 കുറയ്ക്കുന്നുണ്ട്. ബോറോയിങ് 316, 228, 296 ഇങ്ങനെയാണ് ഇവരുടെ അടുത്ത് ബോറോയിങ് ഉള്ളത്. അതിൻ്റെ അഗൈൻസ്റ്റ് അവരുടെ അടുത്ത് ഒരുപാട് പൈസ അവരുടെ കയ്യിൽ കമ്പനിയുടെ അടുത്ത് ഉണ്ട്. ദെൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതർ അസറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ള കാര്യം. ഇവരുടെ ഇൻവെൻട്രി നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനീൻ്റെ അടുത്ത് 202 കോടി രൂപൻ്റെ പ്രൊഡക്റ്റുകൾ അവരുടെ അടുത്ത് അവരുടെ ഫാക്ടറിയിലുണ്ട്, അവരുടെ കയ്യിലുണ്ട്, മാർക്കറ്റിലേക്ക് പോയിട്ടില്ല. 202 കോടി രൂപേൻ്റെ. ഓക്കെ, അപ്പോൾ ട്രേഡ് റിസീവബിൾസ് എന്താണ്? പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാനുള്ള പൈസ, റീറ്റെയിലേഴ്സിൻ്റെ അടുത്തും അതായത് ഷോപ്പ് ഓണേഴ്സിൻ്റെ അടുത്തും ഒക്കെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള പൈസയാണ് ട്രേഡ് റിസീവബിൾസ്. അങ്ങനെ നോക്കുമ്പോൾ അത് വെറും 29 കോടി രൂപ മാത്രമേ ഇപ്പോഴുള്ളൂ. കഴിഞ്ഞ വർഷം 44 കോടി രൂപയായിരുന്നു പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാനുള്ള പൈസ. പക്ഷേ ഇപ്പോൾ എത്രയുണ്ട്? 29 കോടി രൂപയുണ്ട്. അവരുടെ എത്ര ഇൻവെൻട്രി ഉണ്ട്? 202 കോടി രൂപേൻ്റെ ഇൻവെൻട്രി അവരുടെ കയ്യിലും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഇവിടെ 153, കഴിഞ്ഞ വർഷം 153 കോടി രൂപ ഇൻവെൻട്രി ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ 202 കോടി രൂപ ഇൻവെൻട്രി അവരുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ വളരെ ചെറിയ പൈസ മാത്രമേ ഇവർ മാർക്കറ്റിൽ വെക്കാറുള്ളൂ. അപ്പോൾ ഇവരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇവർ അഗ്രസീവായിട്ട് സെയിൽസ് നടത്തുന്ന കമ്പനിയല്ല, മാർക്കറ്റിൽ അവരുടെ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ആ ഡിമാൻഡിനെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അതാണ് ഈ നമ്പേഴ്സ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ എൻ്റെ ഒരു തോട്ട് മാത്രമാണ്, നിങ്ങൾക്കിത് ചിന്തിച്ച് നോക്കാം. ഇങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നോട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. അപ്പോൾ 2021 53% ഉണ്ടായിരുന്നു. അതിങ്ങനെ വന്നിട്ട് ഇപ്പോൾ 53.12% ആയിട്ട് ഇപ്പോഴും കറക്റ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. FIIസിൻ്റെ കയ്യിൽ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ 2.99% അവരുടെ അടുത്തുണ്ട്. ദെൻ DIIസിൻ്റെ കയ്യിൽ 25.81% അവരുടെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ FIIs കുറച്ചായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ. ദെൻ ഇപ്പോൾ അവിടെ DIIs അത് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ 0.06% ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ 18% മാത്രമേ ഉള്ളൂ. അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 18% പബ്ലിക്കിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന കാര്യം നമുക്ക് വ്യക്തമായി. ഓക്കെ, അപ്പോൾ ഈ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഇവിടെ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല. ഇത് ഇങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ഇതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്, അപ്പോൾ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. സോ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമ്മൾ നോക്കി, നമ്മൾ അതിൻ്റെ ബിസിനസ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? ഇനി അതിൻ്റെ ടെക്നിക്കൽ പാറ്റേൺ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് നമ്മളിവിടെ കൊടുത്തു. ഇതിൻ്റെ ടെക്നിക്കൽ പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ ഇതിലൊരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേൺ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നത് വിശ്വസിക്കുന്നു. ഇവിടെ കാണാം, ഇതൊരു കപ്പാണ്, ഇതിൻ്റെ ഹാൻഡിലാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ബ്രേക്കൗട്ട് നമുക്ക് അവിടെ കിട്ടി. അത് കഴിഞ്ഞ് സ്റ്റോക്ക് പ്രൈസ് നമ്മുടെ മാർക്കറ്റ് ക്രാഷ് ആയ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ താഴേക്ക് വന്നൊരു കമ്പനിയാണിത്. ഇപ്പോഴത്തെ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇവിടെ നിൽക്കുന്നത് 315 രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ റേഞ്ചിൽ നിന്ന് ഈ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേണിൻ്റെ ഒരു ടാർഗറ്റ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ ഡെപ്ത് ഇളന്നിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ടാർഗറ്റിലേക്ക് ഞാൻ നോക്കുമ്പോൾ 534 എന്ന നമ്പറാണ് എനിക്കിവിടെ കിട്ടുന്നത്, 534. അതേപോലെ തന്നെ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 315 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ 315 രൂപയിൽ നിന്ന് 534ലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ 68% ഒരു ജമ്പ് ഇവിടെ നിന്ന് എനിക്ക് ഉണ്ടാവാനുള്ള സാധ്യത എനിക്ക് ഈ കമ്പനിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഐ എം ഇൻവെസ്റ്റഡ് ഇൻ ദിസ് കമ്പനി. കറൻ്റ്ലി ഐ എം ഇൻ ലോസ്, ബട്ട് ഐ എം ബൈയിങ് മോർ ഇൻ ദിസ് കമ്പനി. ഓക്കെ, അപ്പോൾ നമ്മളെ ഇപ്പോൾ എന്താ പറയുക 68% വേണ്ടിയിട്ട് ഇത് നാളെയോ മറ്റന്നാളോ എത്തുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് ഇവിടെ എത്തുമ്പോഴത്തേനും 1 വർഷം എടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ 2 വർഷം എടുത്താലും കുഴപ്പമില്ല, 3 വർഷം എടുത്താലും കുഴപ്പമില്ല. 3 ഇയർ ഈസ് മൈ ടാർഗറ്റ്. 2 to 3 ഇയർ എന്ന ടാർഗറ്റിലാണ് ഞാനിത് ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ ഐ എം റെഡി ടു ഹോൾഡ് ദിസ് കമ്പനി അപ് ടു മൈ ടാർഗറ്റ്. എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഒരു ടോട്ടൽ സിനാരിയോ ഈ കമ്പനിയെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ പറയുക ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ ഞാൻ എൻ്റെ വെബ്സൈറ്റിലാണ് കൊടുക്കുന്നത്. വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ പുതിയ വെബ്സൈറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പുതിയ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ പഴയ വെബ്സൈറ്റ് ഒന്ന് മാറ്റിയായിരുന്നു, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. NRI ട്രേഡർ മലയാളം എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്.
അപ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് എൻ്റെ ഒരു ജേർണി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതുവരെ ഇതിനകത്തേക്ക് എൻറോൾ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. വീഡിയോ റിവ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ അവരുടെ കമൻറ്റ് റിവ്യൂസ് ഉണ്ട്, എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ ഇതിനകത്താണ് ഞാൻ എൻ്റെ ഇനി വരാൻ പോകുന്ന ഈ കമ്പനിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് എനിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഞാനത് കൊടുക്കുന്നത് ഇവിടെയാണ്. അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇതിനകത്ത് ഫ്രീ കോഴ്സ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഫ്രീ കോഴ്സ് സ്റ്റഡി മെറ്റീരിയൽ അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും അല്ലേ. ഫ്രീ മെറ്റീരിയൽസ്, യൂട്യൂബ് സ്റ്റോക്ക് അപ്ഡേറ്റ്സ്, ന്യൂസ്, സ്റ്റോക്ക് അനലൈസിങ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പം ആ ഒരു ഇവിടെ വന്നിട്ട് ഈ വെബ്സൈറ്റിൽ വന്നിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ അബൌട്ട് ദിസ് ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആസ് യു ഓൾ നോ ദാറ്റ് ഐ എം നോട്ട് എ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഞാൻ ഇതുവരെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൺവിക്ഷൻ പവറൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് സ്വന്തം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കുക ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, സോ ഐ സീ വിത്ത് അനദർ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഈ ചാനലിനെ വലുതാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം. താങ്ക് യു സോ മച്ച്. ഐ സീ വിത്ത് അനദർ വീഡിയോ. ബൈ.